ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് മാസ്റ്ററിങ് ദ ലിക്വിഡിറ്റി കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ICT ബേസ് ചെയ്തുകൊണ്ടുള്ള മാർക്കറ്റ് ലിക്വിഡിറ്റീനെ നമ്മളൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോ ആണ് ഇത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഇതുവരെ ചെയ്ത കണ്ടന്റ് എല്ലാം നമ്മൾ പ്ലേ ലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ICT മാസ്റ്റർ ക്ലാസ് നമ്മളിപ്പോൾ ചെയ്യുന്ന സീരീസ് ഇതാണ്. ഇതിന് മുന്നേ ഈ ഒരു സീരീസ് കാണുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യാം, ICT സീരീസ് മലയാളം ഫൗണ്ടേഷൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു 20 സീരീസ് ആയിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ സീരീസ് കാണണം. ആ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ലിക്വിഡിറ്റി മാസ്റ്ററിങ് സീരീസിൻ്റെ ഫൗണ്ടേഷൻ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് അത്, ലിക്വിഡിറ്റി പാർട്ട് 1 അതുപോലെ ലിക്വിഡിറ്റി പാർട്ട് 2. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഒരു വീഡിയോ കാണാൻ പറ്റൂ. കാരണം ഒരുപാട് ഡൗട്ട്സ് വരും. അപ്പം നമ്മൾ ഈ ഫൗണ്ടേഷൻ ബിൽഡിങ്ങിൽ മേജർ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ പോയത്. അപ്പം ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ ബേസിക് ലെവലിലുള്ള ഈ ലിക്വിഡിറ്റി പാർട്ട് 1 പാർട്ട് 2 വീഡിയോ കണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. അപ്പം നമുക്ക് നേരെ കോൺസെപ്റ്റിലേക്ക് പോകാം. ഇവിടെ ടൈപ്സ് ഓഫ് ലിക്വിഡിറ്റി 2 തരത്തിലുണ്ട് എന്നാണ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി നിങ്ങൾ മേക്ക് ഷുവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ലിക്വിഡിറ്റി ഫൗണ്ടേഷൻ വീഡിയോയിലെ ലിക്വിഡിറ്റി പാർട്ട് 1 പാർട്ട് 2 കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു ലെക്ചർ കാണാൻ വേണ്ടി പറ്റൂ. അപ്പോൾ എന്താണ് ടൈപ്സ് ഓഫ് ലിക്വിഡിറ്റി? നമ്മൾ 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു, ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആൻഡ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഇപ്പം നിങ്ങളുടെ ഇമേജ് 1 ഇമേജ് 2 2 ഇമേജ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയുന്നത് ബൈ സെനാരിയോ ആണ്, രണ്ടാമത് പറയുന്നത് സെൽ സെനാരിയോ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാണ്, നമുക്കൊരു സ്വിങ് ലോ കിട്ടി, ഒരു സ്വിങ് ഹൈ കിട്ടി. എന്താണ് സ്വിങ് ഹൈ സ്വിങ് ലോ എന്നറിയാത്ത ആളുകൾ സ്ട്രക്ചർ വീഡിയോ പോയിട്ട് കാണുക. നമുക്ക് എന്ത് ചെയ്യാണ്, നമുക്ക് ഇവിടെ ഒരു സ്വിങ് ലോ കിട്ടി, അതുപോലെ മുകളിൽ നമുക്കൊരു സ്വിങ് ഹൈയും കിട്ടി, സ്വിങ് ലോയും സ്വിങ് ഹൈയും കിട്ടി. പ്രൈസ് എന്ത് ചെയ്യുക, പ്രൈസ് മുകളിലേക്ക് പോയി ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പ്രൈസ് താഴേക്ക് വന്ന് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു, ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്കൊരു സ്വിങ് ലോ കിട്ടി. അതിനുശേഷം നമുക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോയി ഇവിടുന്ന് മൈനറായിട്ടൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നപ്പോൾ നമ്മുടെ സ്വിങ് ഹൈ കിട്ടി. അപ്പോൾ എന്താണ് ഈ സ്വിങ് ലോയും സ്വിങ് ഹൈയും? സ്വിങ് ലോയും സ്വിങ് ഹൈയും, ഈ സ്വിങ് ലോൻ്റെയും സ്വിങ് ഹൈൻ്റെയും ഉള്ളിലുള്ള ആ ഒരു റേഞ്ച്, അതിനാണ് നമ്മൾ ഇൻറ്റേർണൽ റേഞ്ച് എന്ന് പറയുന്നത്. ഈ സ്വിങ് ഹൈൻ്റെ പുറത്തുള്ളത്, ഈ സ്വിങ് ലോൻ്റെ പുറത്തുള്ളത്, ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, എക്സ്റ്റേണൽ റേഞ്ച് എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്വിങ് ഹൈൻ്റെയും ഒരു സ്വിങ് ലോൻ്റെയും ഉള്ളിലുള്ള ഈ ഒരു റേഞ്ചാണ് നമ്മളുടെ ഇൻറ്റേർണൽ റേഞ്ച്. എക്സ്റ്റേണൽ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, സ്വിങ് ഹൈൻ്റെയും സ്വിങ് ലോൻ്റെയും പുറത്തുള്ള ഏരിയനെയാണ് നമ്മൾ എക്സ്റ്റേണൽ റേഞ്ച് എന്ന് പറയുന്നത്. സെൽ സെനാരിയോയിൽ നോക്കുമ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്കൊരു സ്വിങ് ഹൈ കിട്ടിയിട്ടുണ്ട്, ഒരു സ്വിങ് ലോ കിട്ടിയിട്ടുണ്ട്. ഈ സ്വിങ് ഹൈൻ്റെയും സ്വിങ് ലോൻ്റെയും ഉള്ളിലുള്ള ഈ ഒരു റേഞ്ചിനെ നമ്മൾ എന്താണ്, ഇൻറ്റേർണൽ റേഞ്ച് എന്ന് പറയുന്നു. അതുപോലെ നമുക്ക് ഈ സ്വിങ് ഹൈൻ്റെ പുറത്തുള്ള ഏരിയ, അതുപോലെ സ്വിങ് ലോൻ്റെ പുറത്തുള്ള ഏരിയനെ നമ്മൾ ഇൻറ്റേർണൽ റേഞ്ച് എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ 2 ടേംസ് ആണ് പഠിച്ചത്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ റേഞ്ച്. ഇൻറ്റേർണൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലുള്ള ഏരിയ, ഒരു റേഞ്ചിൻ്റെ ഉള്ളിലുള്ള ഏരിയനെ ഇൻറ്റേർണൽ റേഞ്ച് എന്നും ഒരു ഏരിയൻ്റെ പുറത്തുള്ള ഏരിയനെ എക്സ്റ്റേണൽ റേഞ്ച്. നമ്മൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു കമ്പനിയിൽ ഇൻറ്റേർണൽ റേഞ്ചും ഉണ്ട്, എക്സ്റ്റേണൽ റേഞ്ചും ഉണ്ട്. കമ്പനീൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ കമ്പനിയായിട്ട് കൂടുതൽ അസോസിയേറ്റ് ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ കമ്പനിയായിട്ട് ഉള്ളിലുള്ള ആളുകളെ നമ്മൾ ഇൻറ്റേർണൽ റേഞ്ച് പാർട്ടീസ് എന്നും, അതുപോലെ പുറത്തുള്ള ആളുകളെ നമ്മൾ എക്സ്റ്റേണൽ റേഞ്ച് പാർട്ടീസും. ഒരു കമ്പനീൻ്റെ ഉള്ളിലുള്ള ആരൊക്കെയാണ്, മാനേജിങ് ഡയറക്ടേഴ്സ്, അതുപോലെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട എംപ്ലോയീസ്, ഇവരൊക്കെയാണ് ഇൻറ്റേർണൽ വർക്കേഴ്സ്. എക്സ്റ്റേണൽ വർക്കേഴ്സ് എന്ന് പറയുന്നത് പൊളിറ്റീഷ്യൻസ്, അതുപോലെ എന്താണ്
എന്താ ട്രാൻസ്പോർട്ടേഷൻ, ഇവരൊക്കെയാണ് എക്സ്റ്റേണൽ പാർട്ടീസ്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ ഒരു ICT ലിക്വിഡിറ്റി ബേസിൽ നമ്മൾ നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചർ പറയുന്ന സമയത്ത് നമുക്കൊരു സ്വിങ് ഹൈയും സ്വിങ് ലോയും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള റേഞ്ചിനെ നമ്മൾ ഇൻറ്റേർണൽ റേഞ്ച് എന്നും, എക്സ്റ്റേണൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്വിങ് ഹൈൻ്റെയും സ്വിങ് ലോൻ്റെയും പുറമേയുള്ള റേഞ്ചിനെ എക്സ്റ്റേണൽ റേഞ്ച് എന്ന് പറയും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഇൻറ്റേർണൽ റേഞ്ചും എക്സ്റ്റേണൽ റേഞ്ചും എന്താണെന്ന് കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ ഇൻറ്റേർണൽ റേഞ്ചും എക്സ്റ്റേണൽ റേഞ്ചും എന്താണെന്ന് പഠിച്ചു. ഓക്കെ, ഇൻറ്റേർണൽ റേഞ്ചും എക്സ്റ്റേണൽ റേഞ്ചും. ഓക്കെ, അപ്പം അത് കണക്ട് ചെയ്തുകൊണ്ട് ഇൻറ്റേർണൽ റേഞ്ചിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡിറ്റിനെ നമ്മൾ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്നും, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്വിങ് ഹൈൻ്റെയും സ്വിങ് ലോൻ്റെയും പുറമേയുള്ള ലിക്വിഡിറ്റീനെ നമ്മൾ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുമല്ലോ. ആ ഒരു എക്സ്റ്റേണൽ റേഞ്ചിലുള്ള ലിക്വിഡിറ്റിനെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയും. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ പോലെ സ്വിങ് ഹൈ കിട്ടി, സ്വിങ് ലോ കിട്ടി. ഇതെന്താണ്? ഇതൊരു സെൽ സെനാരിയോ ആണ്. അതിലൊരു സ്വിങ് ഹൈ നമുക്ക് കിട്ടി, ഇവിടെ ഒരു സ്വിങ് ലോ കിട്ടി. അപ്പം നമ്മുടെ സ്വിങ് ഹൈൻ്റെയും സ്വിങ് ലോൻ്റെയും ഇടയിലുള്ളതിനെ നമ്മൾ ഇൻറ്റേർണൽ റേഞ്ച് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ റേഞ്ചിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡിറ്റിനെ നമ്മൾ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയും. അതുപോലെ സ്വിങ് ഹൈൻ്റെ മുകളിലുള്ള ലിക്വിഡിറ്റി, അതുപോലെ സ്വിങ് ലോൻ്റെ താഴെയുള്ള ലിക്വിഡിറ്റിനെ നമ്മൾ ആ റേഞ്ചിനെ നമ്മൾ എക്സ്റ്റേണൽ റേഞ്ച് എന്ന് പറയും. എക്സ്റ്റേണൽ റേഞ്ചിൽ ഉണ്ടാവുന്ന ലിക്വിഡിറ്റിനെ നമ്മൾ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയും. ഓക്കെ, അതുപോലെ ഇത് സെൽ സെനാരിയോ ആണെങ്കിൽ ഇത് ബൈ സെനാരിയോ ആണ്. ബൈ സെനാരിയോയിൽ നമ്മളെന്താ പറഞ്ഞത്? ഒരു സ്വിങ് ലോ കിട്ടി, ഒരു സ്വിങ് ഹൈ കിട്ടി. ഈ സ്വിങ് ഹൈൻ്റെയും ഈ സ്വിങ് ലോൻ്റെയും ഉള്ളിലുള്ള റേഞ്ചിനെ നമ്മൾ ഇൻറ്റേർണൽ റേഞ്ച് എന്ന് പറയും. ഇൻറ്റേർണൽ റേഞ്ചിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡിറ്റിനെ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയും. അതുപോലെ സ്വിങ് ലോൻ്റെ താഴെയുള്ള റേഞ്ചിനെ എക്സ്റ്റേണൽ റേഞ്ച് എന്നും, സ്വിങ് ഹൈൻ്റെ മുകളിലുള്ള ഏരിയനെ നമ്മൾ എക്സ്റ്റേണൽ റേഞ്ച് എന്ന് പറയും. ഈ എക്സ്റ്റേണൽ റേഞ്ചിൽ ഉണ്ടാകുന്ന ലിക്വിഡിറ്റിനെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ഇനി പറയേണ്ട ആവശ്യമില്ല, കാരണം ഒരു റേഞ്ചിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡിറ്റി, ഒരു സ്വിങ് ഹൈൻ്റെയും സ്വിങ് ലോൻ്റെയും ഉള്ളിലുണ്ടാകുന്ന ലിക്വിഡിറ്റിയാണ് ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഏതൊക്കെയായിരിക്കും? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരിക്കും, ഒരു ഓർഡർ ബ്ലോക്ക് ആയിരിക്കും, ഒരു ബ്രേക്കർ ബ്ലോക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു IDXO ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പഠിച്ച 3 PDRAs ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. ചിലപ്പം ഈ 3ഉം 4ഉം ഉണ്ടായിരിക്കാം. അപ്പോൾ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക്, IDX. ഓക്കെ, അതുപോലെ തന്നെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു സ്വിങ് ഹൈ. ഓക്കെ, ഈ 2 സ്വിങ് ഹൈയും, ഈ ഒരു സ്വിങ് ഹൈ, ഈ ഒരു സ്വിങ് ലോ, ഈ ഒരു സ്വിങ് ഹൈ, ഈ ഒരു സ്വിങ് ലോ. ഓക്കെ, സ്വിങ് ഹൈ ആയിരിക്കാം, സ്വിങ് ലോ ആയിരിക്കാം. ചിലപ്പോൾ എന്താണ്? ഒരു റിലേറ്റീവ് ഈക്വൽ ഹൈ ആയിരിക്കാം, റിലേറ്റീവ് ഈക്വൽ ലോ ആയിരിക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം കാര്യം മനസ്സിലായല്ലോ. ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ഈ ഒരു റേഞ്ചിൻ്റെയും ഉള്ളിലുള്ള ലിക്വിഡിറ്റി. ചിലപ്പോൾ ഒരു ഓർഡർ ബ്ലോക്ക് ആവാം, ഫെയർ വാല്യൂ ഗ്യാപ്പ് ആവാം, ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഒരു IDX ആവാം, എന്തും ആവാം. ഓക്കെ, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു പോയിന്റും ആയിരിക്കും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഓക്കെ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കാണുക. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുമ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഒരു സ്വിങ് ഹൈയും ഒരു സ്വിങ് ലോയും ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ ഇവിടെ ഒന്നും നോക്കണ്ട, ഞാനിപ്പോൾ ഡ്രോ ചെയ്യുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരു സെൽ സെനാരിയോയിൽ എന്താണ്? പ്രൈസ് ഒരു സ്വിങ് ഹൈയും ഒരു സ്വിങ് ലോയും ക്രിയേറ്റ് ചെയ്തു, ഒരു സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു സ്വിങ് ലോയും ക്രിയേറ്റ് ചെയ്തു. ഈ സ്വിങ് ഹൈൻ്റെയും സ്വിങ് ലോയുടെയും ഉള്ളിലുള്ള ലിക്വിഡിറ്റി പോയിൻറ്റ്സ് ആയിട്ട് ചിലപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവും, OB ഉണ്ടാവാം, ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് ഉണ്ടാവാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്ന സ്ഥിതിക്ക് ഇവിടെ നിങ്ങൾക്ക് ഒരു PDRA കണ്ടെത്തി. അതെന്തും ആവട്ടെ, ഫെയർ വാല്യൂ ഗ്യാപ്പ് ആവാം, OB ആവാം, ബ്രേക്കർ ബ്ലോക്ക് ആവാം. പ്രൈസ് എന്ത് ചെയ്യും? പ്രൈസ് നേരെ ഇപ്പം നിങ്ങൾ സ്വിങ് ഹൈൻ്റെയും സ്വിങ് ലോൻ്റെയും ഇടയിൽ എന്താണ്? ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി അല്ലേ പറഞ്ഞത്? ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് ചെല്ലും. ഓക്കെ, ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സെൽ സെനാരിയോ ആയതുകൊണ്ട് ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിൻ്റെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഏതാണ്? ഈ സ്വിങ് ലോയാണ്. പ്രൈസ് എന്ത് ചെയ്യും? ഈ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് വരും. ഓക്കെ, അതിനുശേഷം എന്താണ്?
ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നതുപോലെ ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു. ഇപ്പം എന്താണ്, ഈ സ്വിങ് ഹൈ പോലെ ഇവിടെ ഒരു സ്വിങ് ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിങ് ലോ ക്രിയേറ്റ് ആവും. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ പുതിയ റേഞ്ച് എന്താണ്, ഇതായിരിക്കും പുതിയ റേഞ്ച്. ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും, ചിലപ്പം ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവും. പ്രൈസ് എന്ത് ചെയ്യും, വീണ്ടും ഇൻറ്റേർണൽ റേഞ്ചിലേക്ക് വരും, എക്സ്റ്റേണൽ റേഞ്ചിലേക്ക് പോകും. ഓക്കെ, നിങ്ങൾക്ക് ഏതാ സെൽ സെനാരിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബൈ സെനാരിയോ എന്തായിരിക്കും, പ്രൈസ് മുകളിലേക്ക് പോകുന്നു, ഒരു കറക്ഷൻ തരുന്നു, അതിനുശേഷം മുകളിലേക്ക് പോകുന്നു, ഒരു കറക്ഷൻ. ഇപ്പം എന്താണ്, ഇവിടെ ഒരു സ്വിങ് ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമുക്കൊരു 2 റേഞ്ച് കിട്ടിയിട്ടുണ്ട്. ഈ 2 റേഞ്ചും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്താവാം, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആവാം, ഒരു ഓർഡർ ബ്ലോക്ക് ആവാം, ഒരു ബ്രേക്കർ ബ്ലോക്ക് ആവാം. പ്രൈസ് എന്ത് ചെയ്യും, ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് വന്നിട്ട് നേരെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് പോകും. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇനി പറയാൻ വേണ്ടി പോകുന്ന കാര്യം സൂക്ഷിച്ച് മനസ്സിലാക്കുക. സൂക്ഷിച്ച് മനസ്സിലാക്കുക എന്ന് പറയുമ്പം കറക്റ്റ് പറയുന്ന കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ഇനീഷ്യേറ്റീവ് റെസ്പോൺസീവ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനീഷ്യേറ്റീവായിട്ടും റെസ്പോൺസീബിളായിട്ടും ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ്, ഇവിടെ ഒരു സപ്പോർട്ട്. ഇതിനെ ഞങ്ങളൊരു സ്വിങ് ഹൈ ആയിട്ട് എടുക്കാം, ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാം, പ്രീവിയസ് ഡേ ആയിട്ട് എടുക്കാം, അതുപോലെ വീക്ക് ഹൈ ആയിട്ട്, ഏതോ ഒരു ഹൈനെയാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു ലോയിനും. ഓക്കെ, ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കണമെങ്കിൽ സപ്പോർട്ടായിട്ട് എടുക്കാം, പ്രീവിയസ് ഡേ ഹൈ ആയിട്ടോ പ്രീവിയസ് ഡേ ലോ എന്തായിട്ടോ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനൊരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുകയാണ്, ഇവിടെ ഒരു സപ്പോർട്ട്. ഓക്കെ, അതിലാണ് നമ്മൾ ഈ ഇനീഷ്യേറ്റീവ്നെസ്സും റെസ്പോൺസീവ്നെസ്സും പറയുന്നത്. ഓക്കെ, ഒരു റെസിസ്റ്റൻസിൽ എത്തുന്ന സമയത്ത് നമുക്ക് 2 ചോയ്സാണ് അവിടെ ഉണ്ടാവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു റെസിസ്റ്റൻസിലേക്ക് പ്രൈസ് എത്തുമ്പോൾ അവിടെ 2 ആക്ഷൻസ് സംഭവിക്കാം. ഒന്നെന്ത് ചെയ്യാം, അവിടെ നിന്ന് പ്രൈസ് റെസിസ്റ്റൻസിൽ തട്ടിയിട്ട് താഴേക്ക് വരാം. ഓക്കെ, രണ്ടാമത്തെ സെനാരിയോ പറഞ്ഞാൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഒരു റെസിസ്റ്റൻസിൽ സംഭവിക്കാൻ വേണ്ടി പറ്റുന്ന 2 കാര്യമാണത്. ഒന്നെന്താണ്, പ്രൈസ് റെസിസ്റ്റൻസ് തട്ടിയിട്ട് താഴേക്ക് പോവാം, ഒന്ന് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോവാം. ഇത് രണ്ടും എന്താണ്, ഇവിടെ നിന്ന് സപ്പോർട്ടിൽ നിന്ന് വരുന്ന പ്രൈസിൻ്റെ ആ ഒരു മൂവ് അനുസരിച്ചായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്, പ്രൈസ് റെസിസ്റ്റൻസിൽ തട്ടിയിട്ട് താഴേക്ക് വരികയാണെങ്കിൽ അവിടെ എന്താണ്, അവിടെ സെല്ലേഴ്സ് വേണമല്ലോ. ഓക്കെ, ഈ റെസിസ്റ്റൻസിൽ തട്ടിയിട്ട് പ്രൈസ് താഴേക്ക് വരണമെങ്കിൽ ഇവിടെ എന്താണ്, റെസ്പോൺസീവ് സെല്ലേഴ്സ് ആവണം. റെസ്പോൺസീവ് സെല്ലേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, റെസ്പോൺസീവ് സെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് റിവേഴ്സൽസ് എടുക്കുന്ന സെല്ലേഴ്സ് എന്ന് വെച്ചാൽ ഈ റെസിസ്റ്റൻസ് എത്തുന്ന സമയത്ത് അവിടെ നിന്ന് അവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന ആളുകൾ. ഓക്കെ, അവരാണ് റെസ്പോൺസീവ് സെല്ലേഴ്സ്. അതുപോലെ തന്നെ എന്താണ്, പ്രൈസിനെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടോ റീടെസ്റ്റിലോ എടുക്കുന്ന ആളുകൾ സെല്ലേഴ്സ് അല്ല, അവർ ബയ്യേഴ്സാണ് അല്ലേ. അവരെന്താണ്, ഇനീഷ്യേറ്റീവ് ബയ്യേഴ്സ് എന്നാണ് അവരെ പറയുക, ഇനീഷ്യേറ്റീവ് ബയ്യേഴ്സ്. കാരണം ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് പോകുന്ന ആ ബയ്യിങ് സെനാരിയോന് ഒരു ഇനീഷ്യേറ്റീവ്സ് നൽകുന്ന ബയ്യേഴ്സാണ് ഇനീഷ്യേറ്റീവ് ബയ്യേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് സെനാരിയോ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് താഴേക്ക് വന്ന് ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ടിലെത്തുന്ന സമയത്ത് നമ്മൾ ഇതിവിടെ പറഞ്ഞതുപോലെ 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നെന്താണ്, സപ്പോർട്ടിൽ തട്ടി പ്രൈസ് മുകളിലേക്ക് പോവാം, അല്ലെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് പ്രൈസ് താഴേക്ക് പോവാം. ഈ 2 എണ്ണല്ലേ ഉള്ളൂ സംഭവിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു സപ്പോർട്ടിലെത്തുന്ന സമയത്ത് ഇവിടെ എന്താണ്, റെസ്പോൺസീവ് ബയ്യേഴ്സ് ഉണ്ടാവും. റെസ്പോൺസീവ് ബയ്യേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, സപ്പോർട്ടിൽ നിന്ന് എടുക്കുന്ന ആളുകൾ, സപ്പോർട്ടിൽ നിന്ന് ബൈ ചെയ്യുന്ന ആളുകൾ. ഓക്കെ, അവരാണ് റെസ്പോൺസീവ് ബയ്യേഴ്സ്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ ബ്രേക്ക് ഔട്ടായിട്ടുള്ള സെല്ലേഴ്സ്, ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ സെല്ല് ചെയ്യുന്ന ആളുകൾ, അവരാണ് ഇനീഷ്യേറ്റീവ് സെല്ലേഴ്സ്. കാരണം ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പ്രൈസ് താഴേക്ക് പോകുമെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ആ ഒരു സെല്ലിംഗ് സെനാരിയോയ്ക്ക് ഇനീഷ്യേറ്റീവ് കൊടുക്കുന്ന സെല്ലേഴ്സാണ് ഇനീഷ്യേറ്റീവ് സെല്ലേഴ്സ്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി, മാർക്കറ്റിൽ ഇനീഷ്യേറ്റീവ് ബയ്യേഴ്സ്, ഇനീഷ്യേറ്റീവ് സെല്ലേഴ്സ് ഉണ്ട്. ഇനീഷ്യേറ്റീവ് ബയ്യേഴ്സും ഇനീഷ്യേറ്റീവ് സെല്ലേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയായിരിക്കും, അത് ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് ആയിരിക്കും.
ഇനീഷ്യേറ്റീവ് ബയേഴ്സ് ആൻഡ് ഇനീഷ്യേറ്റീവ് സെല്ലേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അവർ ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ റെസ്പോൺസീവ് ബയേഴ്സ്, അതുപോലെ റെസ്പോൺസീവ് സെല്ലേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അവർ റിവേഴ്സൽ ട്രേഡ് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇനീഷ്യേറ്റീവ് സെല്ലേഴ്സ് അഥവാ ഇനീഷ്യേറ്റീവ് ബയേഴ്സ് എന്ന് പറയുമ്പോൾ അവരെന്താണ്, അവർ ഒരു റെസിസ്റ്റൻസോ സപ്പോർട്ടോ ബ്രേക്ക് ചെയ്യാൻ കാത്തു നിൽക്കുന്ന ആളുകളായിരിക്കും. ഓക്കെ, ഒരു സപ്പോർട്ടോ ഒരു റെസിസ്റ്റൻസോ ബ്രേക്ക് ചെയ്യാൻ കാത്തു നിൽക്കുന്നവരായിരിക്കും. അതുപോലെ റെസ്പോൺസീവ് സെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു സപ്പോർട്ടിൽ നിന്ന് റിവേഴ്സൽ ട്രേഡ്സ് എടുക്കുന്ന ആളുകളായിരിക്കും റെസ്പോൺസീവ് ബയേഴ്സ്, റെസ്പോൺസീവ് സെല്ലേഴ്സ്. ഓക്കെ, കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ്, സപ്പോർട്ട്, ഇവിടെ ഈ ഒരു സെൽ എൻട്രി എടുക്കുന്നത് ആരായിരിക്കും, റെസ്പോൺസീവ് സെല്ലേഴ്സ്. ഓക്കെ, ഇവിടെ ബൈ ചെയ്യുന്നത് ആരായിരിക്കും, റെസ്പോൺസീവ് ബയേഴ്സ്. ഇവിടെ ബൈ ചെയ്യുന്നത് ആരായിരിക്കും, ഇനീഷ്യേറ്റീവ് ബയേഴ്സ്. ഇവിടെ സെല്ല് ചെയ്യുന്നത് ഇനീഷ്യേറ്റീവ് സെല്ലേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ റെസ്പോൺസീവ്നെസ്സും ഇനീഷ്യേറ്റീവ്നെസ്സും പറഞ്ഞു. ഓക്കെ, ഇതെന്താണ്, ഇത് റെസ്പോൺസീവ് സെല്ലേഴ്സ്, റെസ്പോൺസീവ് ബയേഴ്സ്, ഇനീഷ്യേറ്റീവ് ബയേഴ്സ്, ഇനീഷ്യേറ്റീവ് സെല്ലേഴ്സ്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത്, എന്താണ്, ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പ്രൈസിനെ തടഞ്ഞുകൊണ്ട്, പ്രൈസിനെ ആ ഒരു റെസിസ്റ്റൻസ് അവിടെ ഒരു എന്തുണ്ട്, അവിടെ ഒരു ബാരിയർ ഉണ്ട്. ഓക്കെ, പ്രൈസിനെ മുകളിലേക്ക് വിടില്ല, പ്രൈസിനെ താഴേക്ക് കൊണ്ടുപോകുന്നു. അതുപോലെ സപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്, പ്രൈസിനെ താഴേക്ക് കൊണ്ടുപോകില്ല, തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ഫോം ചെയ്യണമെങ്കിൽ പ്രീവിയസ്ലി എന്താവണം, ഇവിടെ ആളുകൾ സെല്ല് ചെയ്തിട്ടുണ്ടാവണമല്ലോ. അതുകൊണ്ടല്ലേ ഇതിനെ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇതിനൊരു റെസിസ്റ്റൻസ് ആണെന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ വെച്ചിട്ട് പ്രൈസ് ബൗൺസ് ബാക്ക് ചെയ്യുന്നത് കൊണ്ടല്ലേ, ഇവിടെ വെച്ച് ബൗൺസ് ബാക്ക് ചെയ്തതുകൊണ്ടല്ലേ നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു സപ്പോർട്ടായിട്ടും ഇതിനൊരു റെസിസ്റ്റൻസ് ആയിട്ടും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഈ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുമ്പം പ്രീവിയസ്ലി പ്രൈസ് ആക്ട് ചെയ്തിട്ടുണ്ട്, പ്രൈസ് മുകളിൽ പോയിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിനെ എന്താണ്, പ്രീവിയസ്ലി ഈ ഒരു സപ്പോർട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ പ്രീവിയസ്ലി അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് എന്താണോ ഇവിടെ റിയാക്ഷൻസ് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ റെസിസ്റ്റൻസ് എത്തുന്ന സമയത്ത് റെസ്പോൺസീവ് സെല്ലേഴ്സ് സെല്ല് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ്, അവരുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഇവിടെയായിരിക്കും, ഈ റെസിസ്റ്റൻസിൻ്റെ മുകളിലായിരിക്കും. പ്രീവിയസ്ലി ഉള്ള ആളുകൾ സെല്ല് ചെയ്തപ്പോഴും ഈ റെസിസ്റ്റൻസിൻ്റെ മുകളിലായിരുന്നു. ഓക്കെ, അത് നെക്സ്റ്റ് എന്താണ്, റെസ്പോൺസീവ് ബയേഴ്സ്. എന്താണ് റെസ്പോൺസീവ് ബയേഴ്സ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ബൈ ചെയ്യുന്നു. സപ്പോർട്ടിൽ ബൈ ചെയ്യുന്ന ആളുകൾ, ഒരു റിവേഴ്സൽ എൻട്രി എടുക്കുന്ന ആളുകൾ ചെയ്യുന്ന സമയത്ത് എവിടെയായിരിക്കും സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുക, ഈ സപ്പോർട്ടിൻ്റെ താഴെയാണ് അവരുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുക. ഈ റെസ്പോൺസീവ് ബയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ കാത്തു നിൽക്കുന്ന ആളുകൾ. ഓക്കെ, അവരുടെ എൻട്രി എപ്പോഴും എവിടെയായിരിക്കും, ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ റെസിസ്റ്റൻസിൻ്റെ താഴെയുള്ള ഏരിയയിലായിരിക്കും അവരുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുക, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒരു പുൾ ബാക്കിലായിരിക്കും അവരുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുക. ഇവിടെ എന്താണ്, റെസ്പോൺസീവ് സെല്ലേഴ്സ്, അവരെന്താണ്, ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം ആയിരിക്കും അവരുടെ എൻട്രി, അവരുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും ഉണ്ടാവുക, ഒന്നെങ്കിൽ ഈ സപ്പോർട്ടിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ഒരു പുൾ ബാക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിരിക്കും ഉണ്ടാവുക. ഇപ്പം നമ്മൾ ഓവറോൾ നോക്കുന്ന സമയത്ത് ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈസിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, മേജർ ആളുകളും സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എപ്പോഴും ഇവിടെയായിരിക്കും, ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിലായിരിക്കും. ആലോചിച്ച് നോക്കുക, ഒരു സെൽ എൻട്രി എടുക്കുന്ന ഒരാൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ചാൻസ് ഉള്ള ഏരിയകൾ ഏതൊക്കെയാണ്, ഒന്നെങ്കിൽ ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഒരു സ്വിങ് ഹൈയിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ഡേ ഹൈയിൻ്റെ മുകളിൽ. ഓക്കെ, അതുപോലെ ഒരു ബൈ എൻട്രി നടക്കുന്ന ഒരാൾ എന്തായിരിക്കും, ഒരു ബൈ എൻട്രി എടുക്കുന്ന ഒരാൾ എപ്പോഴും ഇവിടെയായിരിക്കും സ്റ്റോപ്പ് ലോസ് വെക്കുക,
ഒന്നെങ്കിൽ സപ്പോർട്ടിൻ്റെ താഴെ, അല്ലെങ്കിൽ എന്താണ് ഒരു സ്വിങ് ലോൻ്റെ താഴെ, അല്ലെങ്കിൽ ഒരു പുൾ ബാക്കിൻ്റെ താഴെ. ഓക്കെ, അങ്ങനെയാണ് സെൽ എൻട്രിക്കും ബൈ എൻട്രിക്കും സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അതുകൊണ്ട് സെൽ എൻട്രിക്ക് എപ്പോഴും നമ്മൾ മെയിൻലി ഇതെല്ലാം കമ്പൈൻ ചെയ്ത് പറയുകയാണെങ്കിൽ എന്താണ്, ഹൈയിലായിരിക്കും സെൽ എൻട്രി എടുത്ത ആളുടെ സ്റ്റോപ്പ് ലോസ് അല്ലേ. ബൈ ചെയ്ത ആളുകളുടെ നമ്മൾ ഇതെല്ലാം കമ്പൈൻ ചെയ്ത് പറയുമ്പോൾ എന്താണ്, ഒരു ലോൻ്റെ താഴെ ആയിരിക്കും ബൈ ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ്. സെല്ല് ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഇവിടെയായിരിക്കും, ഒരു ഹൈയിലായിരിക്കും. ആ ഹൈ ഏതായിരിക്കും, ചിലപ്പോൾ റെസിസ്റ്റൻസ് ആവാം, സ്വിങ് ഹൈ ആയിരിക്കാം, പ്രീവിയസ് ഡേ ഹൈ ആവാം, ചിലപ്പോൾ എന്താണ് വീക്ക് ഹൈ ആവാം, ചിലപ്പോൾ എന്താണ് മന്ത് ഹൈ ആവാം. ഓക്കെ, ഒരു ബൈ ചെയ്ത ആളുടെ എപ്പോഴും സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും, ഒരു ലോയിലായിരിക്കും. ചിലപ്പോൾ സപ്പോർട്ടിലാവാം, ചിലപ്പോൾ സ്വിങ് ലോയിലാവാം, ചിലപ്പോൾ ഒരു പുൾ ബാക്കിലാവാം, പ്രീവിയസ് ഡേ ലോയിലാവാം, അതേപോലെ വീക്ക് ലോയിലാവാം, മന്ത്ലി ലോയിലാവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നിന്നെല്ലാം കൂടി നമ്മൾ പഠിച്ചത് എന്താണ്, ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിൽ ഒരു സപ്പോർട്ടിൻ്റെ താഴെയും ഒരുപാട് സെൽ ഓർഡേഴ്സ് ഉണ്ടാവും. ഒരു റെസിസ്റ്റൻസിൻ്റെ താഴെ കൂടുതൽ സെൽ ഓർഡേഴ്സ് ഉണ്ടാവുക ഏതാണ്, കൂടുതലും ബൈ ഓർഡർ ആയിരിക്കും. ഓക്കെ, ഒരു റെസിസ്റ്റൻസിൻ്റെ താഴെ സെൽ ഓർഡറും ഉണ്ടാവും. ഈ സെൽ ഓർഡർ ഉണ്ടാവുന്നത് ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ആളുടെ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ റെസിസ്റ്റൻസിൻ്റെ താഴെ ഈ ഒരു റെസ്പോൺസീവ് സെല്ല് ചെയ്യുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ സെല്ല് ചെയ്യുന്ന ആളുടെ സ്റ്റോപ്പ് ലോസ് എന്തായിരിക്കും, ബൈ ഓർഡർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ ബൈ ഓർഡേഴ്സ് ആയിരിക്കും കൂടുതൽ. ഓക്കെ, റെസിസ്റ്റൻസിൻ്റെ മുകളിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. റെസിസ്റ്റൻസിൻ്റെ മുകളിൽ എന്തായിരിക്കും, ബൈ ഓർഡർ ആയിരിക്കും. ഓക്കെ, റെസിസ്റ്റൻസിൻ്റെ മുകളിൽ എപ്പോഴും എന്താണ്, ബൈ ഓർഡർ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു സ്വിങ് ഹൈയിൻ്റെ മുകളിൽ ബൈ ഓർഡർ ആയിരിക്കും കൂടുതലുണ്ടാവുക. ഓക്കെ, അപ്പോൾ പലരും ആയിരിക്കും ഇവിടെ സപ്പോർട്ട് ബ്രേക്ക്, ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് ബൈ ചെയ്യുന്ന ആളുകളുടെ ഓർഡർ ഇവിടെ, സെൽ ഓർഡർ ഇവിടെ താഴെ ഇല്ലേ എന്ന്. സെൽ ഓർഡർ താഴെ ഉണ്ട്. നമ്മൾ മെജോറിറ്റി ആളുകളുടെ നോക്കുന്ന സമയത്ത്, ഓക്കെ, മെജോറിറ്റി ആളുകളുടെ കാര്യം നോക്കുന്ന സമയത്ത്, മെജോറിറ്റി റീറ്റെയിൽ കോൺസെപ്റ്റ് നോക്കുന്ന സമയത്ത് ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിൽ സെല്ല് ചെയ്ത ആളുകളുടെ പെൻഡിങ് ബൈ ഓർഡേഴ്സ് റെസ്റ്റ് ചെയ്യുന്ന ഏരിയ ആണ് ഹൈസ്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സ്വിങ് ഹൈ, വീക്ക് ഹൈ, മന്ത്ലി ഹൈ, പ്രീവിയസ് ഡേ ഹൈ എന്ന് പറയുന്നതൊക്കെ ബൈ സ്റ്റോപ്പ് ഏരിയ ആണ്, അല്ലെങ്കിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഒരു സപ്പോർട്ടിൻ്റെ താഴെ എപ്പോഴും എന്താണ്, ബൈ ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം ഒരു സപ്പോർട്ടിൻ്റെ താഴെ ആയിരിക്കും. സപ്പോർട്ട് മീൻസ് സ്വിങ് ലോ, പ്രീവിയസ് ഡേ ലോ, വീക്ക് ലോ, എന്തും ആവാം, പുൾ ബാക്ക് ലോ വരെ ആവാം. അപ്പോൾ മെയിൻലി നമ്മൾ പറയുന്നത് എന്താണ്, ഒരു റെസിസ്റ്റൻസ് ഒരു ഹൈസിൻ്റെ മുകളിലെല്ലാം ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും. ഒരു ലോൻ്റെ താഴെ എപ്പോഴും എന്താണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും. ഓക്കെ, ഒരു ഹൈയിൻ്റെ മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നതിൻ്റെ മെയിൻ ലോജിക്ക് എന്ന് പറയുന്നത് ഹൈയിൽ നിന്നായിരിക്കും ആളുകൾ സെല്ല് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവരുടെ സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എന്താണ്, പെൻഡിങ് ബൈ ഓർഡേഴ്സ് ആയിരിക്കില്ലേ. സെല്ല് ചെയ്ത ഒരാൾ എക്സിറ്റ് ചെയ്യണമെങ്കിൽ അയാളുടെ SL ഓർഡർ എന്തായിരിക്കും, ബൈ ഓർഡർ അല്ലേ. അപ്പോൾ ഹൈസിൽ കൂടുതലും ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അല്ലേ. അതുപോലെ താഴെ ഒരു ലോയിൽ നിന്ന് ആളുകൾ ബൈ ചെയ്യുമ്പോൾ, ഓക്കെ, ഒരു ലോയിൽ നിന്ന് ആളുകൾ ബൈ ചെയ്യുമ്പോൾ അത് ഇതുപോലെ ഒരു സപ്പോർട്ട് ആയിക്കോട്ടെ, ഒരു പ്രീവിയസ് ഡേ ലോ ആയിക്കോട്ടെ, ഒരു ലോയിൽ നിന്ന് ബൈ ചെയ്യുമ്പോൾ ആ ലോൻ്റെ താഴെ എന്തായിരിക്കും, ബൈ ചെയ്ത ആളുടെ എക്സിറ്റ് ഓർഡർ എന്തായിരിക്കും, സെല്ലായിരിക്കും. അപ്പം ലോൻ്റെ താഴെ എന്താണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ് റെസ്റ്റ് ചെയ്യുക. ഒരു ഹൈയിൻ്റെ മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്വിങ് ഹൈ, സ്വിങ് ലോ കിട്ടി. നമ്മൾ പറഞ്ഞ പോലെ സ്വിങ് ഹൈയും സ്വിങ് ലോയും എന്താണ്, ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. ഇതെന്താണ്, ഒരു സ്വിങ് ഹൈ ആണ്, ഇതൊരു സ്വിങ് ലോയാണ്. ഈ സ്വിങ് ഹൈയിൻ്റെ മുകളിൽ എന്താണ് ഉണ്ടാവുക, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി.
സിമ്പിളായിട്ട് പറയാം, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. സ്വിംഗ് ലോൻ്റെ താഴെ എന്താണ്? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. എന്തുകൊണ്ടാണ് ഈ സ്വിംഗ് ഹൈൻ്റെ താഴെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ടാവുക? സ്വിംഗ് ഹൈ എത്തിക്കഴിഞ്ഞതിന് ശേഷം താഴേക്ക് ആളുകൾ സെല്ല് ചെയ്യും. ആ സെല്ല് ചെയ്യുന്ന ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ ആയിരിക്കും. ആ ബൈ ഓർഡർ ഒക്കെ സ്വിംഗ് ഹൈൻ്റെ മുകളിലായിരിക്കും. അതുപോലെ ഈ സ്വിംഗ് ലോ, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു സ്വിംഗ് ലോ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് എന്തായിരിക്കും? സെൽ ഓർഡർ ആയിരിക്കും. കോമൺ ആയിട്ട് ആളുകൾ ആ സെൽ ഓർഡർ എവിടെയായിരിക്കും? ഈ സ്വിംഗ് ലോൻ്റെ താഴെയായിരിക്കും വെക്കുക. അതുകൊണ്ടാണ് ഈ സ്വിംഗ് ലോനെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സ്വിംഗ് ഹൈനെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. ഓക്കെ, നമ്മൾ ആ ലോജിക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ ലിക്വിഡിറ്റി പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്ത ആളുകളായിരിക്കും നിങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ഒന്നുകൂടി നമ്മൾ പിക്ചറൽ റെപ്രസെൻറ്റേഷനിൽ പറയണം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കണേ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സെൽ എൻട്രി എടുത്ത ആളുടെ ഒരു സെൽ എൻട്രി അല്ലെങ്കിൽ ഒരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി നോക്കിയ ഒരാളുടെ, ഓക്കെ, ഒരു സെൽ എൻട്രി എടുത്ത ആളുടെ ഓപ്പോസിറ്റ് എൻട്രി എന്തായിരിക്കും? അയാളുടെ അനാലിസിസ് തെറ്റിക്കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്രകാരം മാർക്കറ്റിന് എക്സിറ്റ് ആയിക്കോളാം എന്ന് പറയുന്നു. അപ്പം സെൽ എൻട്രി എടുത്ത ആളുടെ എക്സിറ്റ് ഓർഡർ എന്ന് പറയുന്നത് ബൈ എൻട്രി ആയിരിക്കും. ഓക്കെ, സെൽ എൻട്രി ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എക്സിറ്റ് ആയിട്ട് ഒരു പെൻഡിങ് ഓർഡർ എന്താണ്? ബൈ ആണ്. ഓക്കെ, സെല്ല് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? ഒരു ഹൈയിൽ നിന്നായിരിക്കാം. ഓക്കെ, ഒരു ഹൈയിൽ നിന്നാവാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇതൊരു റെസിസ്റ്റൻസ്. ഈ ഒരു റെസിസ്റ്റൻസിൽ നിന്ന് നമ്മൾ സെല്ല് ചെയ്യുന്നു. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ എന്താണ്? റെസിസ്റ്റൻസിൻ്റെ മുകളിൽ എന്താണ്? ഈ സെല്ല് ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ്, ബൈ ഓർഡർ, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഇനി പല ആളുകളും പറയുന്നത് ഒരു സപ്പോർട്ട്, ഇതൊരു സപ്പോർട്ടാണെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ആളുകൾ എൻട്രി എടുക്കുമല്ലോ, സെല്ലെടുക്കും. സപ്പോർട്ട് അവരെന്താണ്? നമ്മൾ ഇനീഷ്യേറ്റീവ് സെല്ലേഴ്സ് എന്ന് പറയും. അപ്പോൾ എന്താണ്? ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നപ്പോൾ എന്തായി? ഈ സപ്പോർട്ട് ഒരു റെസിസ്റ്റൻസ് ആയി മാറിയല്ലോ. റെസിസ്റ്റൻസ് ആയിട്ട് മാറിയില്ലേ? അപ്പം ഇവിടെ സെല്ല് ചെയ്ത ആളുടെ ബൈ സ്റ്റോപ്പ് എവിടെയായിരിക്കും? ഇവിടെ. അതാണ് പറഞ്ഞത്, റെസിസ്റ്റൻസിൻ്റെ മുകളിലായിരിക്കും ബൈ സ്റ്റോപ്പ്. ഓക്കെ, നിങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാണ്, ഒരു റെസിസ്റ്റൻസ്, ഈ റെസിസ്റ്റൻസിൽ നിന്ന് നമ്മൾ റിവേഴ്സലും എടുക്കും, ബ്രേക്ക് ഔട്ടും എടുക്കും. ഓക്കെ, സോറി കൺഫ്യൂഷൻ ആവണ്ട. നമ്മൾ ഇതൊരു റെസിസ്റ്റൻസ് ആവാം. ഒരാൾ സെല്ലെൻട്രി എടുക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസിൽ നിന്ന് റിവേഴ്സലോ അല്ലെങ്കിൽ സപ്പോർട്ടിൽ നിന്ന് ബ്രേക്കോ വരുന്ന രണ്ട് സെനാരിയോ ആണല്ലോ. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ എന്തും ആവാം. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ നോക്കുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസിൽ നിന്ന് റിവേഴ്സൽ എടുക്കുകയാണ്. നമ്മൾ പറഞ്ഞ റെസ്പോൺസീവ് സെല്ലേഴ്സ്. ഈ റെസ്പോൺസീവ് സെല്ലേറിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള ബൈ ഓർഡർ ഇതിൻ്റെ മുകളിലുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എപ്പോഴും ഒരു റെസിസ്റ്റൻസിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്വിംഗ് ഹൈ, ഒരു ഹൈൻ്റെ മുകളിലായിരിക്കും. ഓക്കെ, ഇനി പലർക്കും ഡൗട്ട് വരുന്ന, ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴും സെൽ എൻട്രി എടുക്കുന്ന ആളുകളുണ്ടല്ലോ. ഓക്കെ, സപ്പോർട്ട് എൻട്രി എടുക്കുന്ന സമയത്ത്, ഓക്കെ, ഇവിടെയാണ് ആളുടെ എൻട്രി. ഇപ്പം എന്താണ്? സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി. ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് പ്രൈസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റീറ്റെയിൽ ലോജിക്കിൽ എന്താണ് പറയുന്നത്? സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ആ സപ്പോർട്ട് എന്തായിട്ട് ആക്ട് ചെയ്യും? റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഇനി ഈ സപ്പോർട്ടില്ല, സപ്പോർട്ടിന് പകരം എന്താണ്? ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഇത് ഫോമായി. അപ്പോൾ ഇവിടുന്ന് സെല്ല് ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഇത് സപ്പോർട്ടായിരുന്നു, ഇപ്പം ഇത് ബ്രേക്ക് ചെയ്തിട്ടാണ് അയാൾ സെൽ എൻട്രി എടുത്തത്. സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ്. അപ്പോൾ ആ റെസിസ്റ്റൻസിൻ്റെ മുകളിലായിരിക്കും ബൈ ഓർഡർ. ഈ ഇവിടെ സെല്ല് ചെയ്ത ആളുടെ എക്സിറ്റ് ഓർഡർ ബൈ ഓർഡർ. കൂടുതൽ കൺഫ്യൂഷൻ ആക്കണ്ട, നമുക്ക് ഇവിടെ നോക്കാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ പ്രൈസ് താഴേക്ക് വന്ന് ഇവിടെ എന്താണ്? ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ താഴേക്ക് എൻട്രി എടുത്തു. ഓക്കെ, ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ താഴേക്ക് എൻട്രി എടുത്തു. ഈ താഴേക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, താഴേക്ക് സെൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒരു കോമൺ സെൻസ് യൂസ് ചെയ്ത് നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എവിടെയായിരിക്കും സ്റ്റോപ്പ് ലോസ് വെക്കാൻ ചാൻസ് കൂടുതൽ? ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുത്ത ഒരാൾ ചിലപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം. കുറച്ചുകൂടി ക്യാഷ് ഉള്ളവനാണെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം. കുറച്ചുകൂടി ക്യാഷുള്ള ഒരാളാണെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം.
ഒരു 3 സ്വിംഗ് ഹൈ നമുക്ക് കിട്ടി. അല്ലെങ്കിൽ ഒരു 3 ഹൈ. ഈ ഒരു 3 ഹൈൻ്റെ മുകളിലായിരിക്കും സ്റ്റോപ്പ് ലോസ് പ്ലേസ്മെൻറ്റ് വരിക. ഓക്കെ, ഇവിടെ നിന്ന് സപ്പോർട്ട് അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത സമയത്ത് ഒരു എൻട്രി എടുത്ത ഒരാൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം. അപ്പം ഈ ഹൈൻ്റെ മുകളിലൊക്കെ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താ പ്രൈസ് ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ റീറ്റെയിൽ ലോജിക്കിൽ ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഡബിൾ ടോപ്പ്. ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തു, ഡബിൾ ടോപ്പിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു, ഒരു റീടെസ്റ്റ് വന്ന് ലോ ബ്രേക്ക് ചെയ്ത ഒരു സെനാരിയോ ആണെങ്കിൽ ഇവിടെ ഒരു സെൽ എൻട്രി പോയിട്ടുണ്ടാവുമല്ലോ. സെൽ എൻട്രി പോയാൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് വരാം. കുറച്ചുകൂടി സെക്യൂർ ആവണം എന്ന് ആഗ്രഹമുള്ളവൻ, കുറച്ചുകൂടി ക്യാഷ് ഉള്ളവൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഈ ടോപ്പിലായിരിക്കും. അപ്പോൾ ഈ ഹൈസിൻ്റെ മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രൈസ് താഴേക്ക് വന്നിട്ട് ഇവിടെ ഒരു കൺസോൾഡേറ്റ് ചെയ്ത് നമുക്കിവിടെ ഒരു ദർവാസ് ബോക്സ് പോലെ ഒരു കൺസോൾഡേറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും ഉണ്ടാവുക? സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഈ കൺസോൾട്ടേഷൻ നടന്നതിൻ്റെ മുകളിലായിരിക്കാം ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുക. കുറച്ചുകൂടി സെക്യൂർ ആവണം എന്ന് വിചാരിക്കുന്ന കുറച്ചുകൂടി മുകളിലേക്ക് കൊണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. എപ്പോഴും വെക്കുമ്പോൾ ഒരു സ്വിംഗ് ഹൈൻ്റെ മുകളിലായിരിക്കുമല്ലോ വെക്കുക. ഓക്കെ, ഹൈൻ്റെ മുകളിലായിരിക്കും ഒക്കെ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതുപോലെ തന്നെ ഒരു റിവേഴ്സൽ എൻട്രി എടുക്കുകയാണെന്ന് വിചാരിക്കുക. പ്രൈസ് മുകളിലേക്ക് വന്ന് വീണ്ടും ഒരു താഴേക്ക് പോകുന്ന സമയത്ത് ഇവിടെയും സ്റ്റോപ്പ് ലോസ് വെക്കാൻ ചാൻസ് ഉള്ളത് ഈ 2 ഹൈൻ്റെ മുകളിലാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഹൈസിൻ്റെ മുകളിൽ എപ്പോഴും ലിക്വിഡിറ്റി ഉണ്ടാകും. എന്ത് ലിക്വിഡിറ്റി? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഇനി നമുക്ക് നോക്കാം, സെൽ എൻട്രി എടുക്കുമ്പോൾ സിമ്പിൾ കുറച്ച് ചെറിയ ലെറ്ററിലാണ് എഴുതി നോക്കുക. ഹൈ പ്രൈസിന് സെല്ല് ചെയ്യുന്നവരുണ്ട്, ലോ പ്രൈസിനും സെല്ല് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അത് ഹൈ പ്രൈസിന് സെല്ല് ചെയ്യുന്ന ആളുകൾ കൂടുതൽ റിവേഴ്സൽ ട്രേഡേഴ്സ് ആയിരിക്കും. ലോ പ്രൈസിന് സെല്ല് ചെയ്യുന്ന ആളുകൾ കൂടുതൽ ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സും ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പ് ലോസ് സെനാരിയോ നോക്കുകയാണെങ്കിൽ ഒരു സ്വിംഗ് ഹൈൻ്റെ മുകളിലായിരിക്കും ചിലപ്പം സെല്ല് ചെയ്യുന്ന ആൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ചിലപ്പോൾ ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിലായിരിക്കും വെക്കുക, ചിലപ്പം ഒരു പ്രീവിയസ് ഡേ ഹൈൻ്റെ മുകളിലായിരിക്കും വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ കറൻറ്റ് ഡേ ഹൈ, ഇപ്പം കറൻറ്റ് നടന്നുകൊണ്ട് വെക്കുന്ന ഡേ ഹൈൻ്റെ മുകളിലായിരിക്കും ചിലപ്പം വെക്കുക, ചിലപ്പം വീക്കിലി ഹൈൻ്റെ മുകളിലായിരിക്കും വെക്കാം, ചിലപ്പം ഇതുപോലെ ഈക്വൽ ഹൈൻ്റെ മുകളിലായിരിക്കും വെക്കുക. അപ്പോൾ ഇതിലൊക്കെ കോമൺ ആയിട്ട് വരുന്നത് ഹൈ അല്ലേ കോമൺ ആയിട്ട് വരുന്നത്? അപ്പം ഹൈയിൽ നിന്ന് സെല്ല് ചെയ്യുന്ന ഒരാളുടെ സ്റ്റോപ്പ് ലോസ് ആ ഹൈൻ്റെ മുകളിലോ അല്ലെങ്കിൽ മറ്റൊരു ഹൈൻ്റെ മുകളിലായിരിക്കും ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അഥവാ BSL റെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഹൈൻ്റെ മുകളിൽ എപ്പോഴും എന്തായിരിക്കും? ബൈ ഓർഡേഴ്സ് പെൻഡിങ് ആയിരിക്കും. സൂക്ഷിച്ച് മനസ്സിലാക്കുക, ബൈ ഓർഡേഴ്സ് പെൻഡിങ് ആയിരിക്കും. പെൻഡിങ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല, അത് അവിടെ കിടക്കുകയാണ്. ഓക്കെ, അതാണ് പെൻഡിങ് ആയിക്കൊണ്ട് നിൽക്കുന്നത്. ബൈ ഓർഡേഴ്സ് പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓപ്പോസിറ്റ് സെൽ സെനാരിയോ നോക്കാം. സെൽ സെനാരിയോ എന്ന് പറയുമ്പോൾ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഇവിടെ നിന്ന് ഫസ്റ്റ് ഇമേജ് നോക്കാം. പ്രൈസ് താഴേക്ക് വന്ന് പ്രൈസ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബൈ എൻട്രി എടുക്കും. ബൈ എൻട്രി എടുക്കുന്ന ആൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ചാൻസ് ഉള്ളത് ഈ ഒരു ലോൻ്റെ താഴെ, ഈ ഒരു ലോൻ്റെ താഴെ. ഓക്കെ, കുറച്ച് ക്യാഷ് ഉള്ളവനായതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ ലോൻ്റെ താഴെ തന്നെ SL പ്ലേസ് ചെയ്തു. കുറച്ചുകൂടി പൈസ ഉള്ളവനാണെങ്കിൽ ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യും. ഇവിടെ നോക്കുകയാണെങ്കിൽ സെയിം സംഭവം തന്നെ. ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് ഒരു ബൈ എടുത്തു, സെല്ല് ആ ബൈ ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും വെക്കുക? ഈ ഒരു ലോൻ്റെ താഴെ വെക്കാം, ഈ ഒരു ലോൻ്റെ താഴെ വെക്കാം, ഈ ഒരു ലോൻ്റെ താഴെ വെക്കാം. ഓക്കെ, അപ്പോൾ ബൈ എൻട്രി എടുത്ത ഒരാളുടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന എപ്പോഴും എവിടെയായിരിക്കും? ഒരു ലോൻ്റെ താഴെ ആയിരിക്കും. ഇവിടെയും അതേപോലെ തന്നെ. ഇവിടെ നമ്മളൊരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ബോട്ടം, ഓക്കെ, റിലേറ്റീവ് ഈക്വൽ ലോ. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ താഴെ വെക്കാം. ചിലപ്പോൾ കുറച്ചുകൂടി സെക്യൂർ ആവണം എന്നുള്ള ആൾ ചിലപ്പോൾ ഈ ഒരു ബോട്ടത്തിൻ്റെ താഴെ ആയിരിക്കും കൊണ്ടുപോയി വെക്കുക. ഓക്കെ, ഇതുപോലെ തന്നെ ഇവിടെ മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, ഇവിടെ ഒരു കൺസോൾട്ടേഷൻ വന്നു, അതിൻ്റെ മുകളിൽ എൻട്രി എടുക്കുന്ന ആൾ ആ കൺസോൾട്ടേഷൻ്റെ താഴെ ആയിരിക്കും ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കുക, ചിലപ്പോൾ ഇതിൻ്റെ താഴെ ആയിരിക്കും വെക്കുക. അപ്പോൾ മെയിൻലി ബൈ ചെയ്യുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ എവിടെയായിരിക്കും? ഒരു ലോൻ്റെ താഴെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു ബൈ എൻട്രി എടുക്കുന്ന ആളുകൾ ലോ പ്രൈസിന് ബൈ എൻട്രി എടുക്കുന്നവരുണ്ടാവും, ഹൈ പ്രൈസിന് ബൈ എൻട്രി എടുക്കുന്നവരുണ്ടാവും. ലോ പ്രൈസിന് എൻട്രി എടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അത് റിവേഴ്സൽ
ട്രേഡേഴ്സ് ആയിരിക്കും കൂടുതൽ. അതുപോലെ ഹൈ പ്രൈസിന് ബൈ എൻട്രി എടുക്കുന്ന ആളുകൾ കൂടുതലും ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ബൈ എൻട്രി എടുക്കുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? സ്വിങ് ലോസിൻ്റെ താഴെയായിരിക്കും. അതുപോലെ സപ്പോർട്ടിൻ്റെ താഴെ, നമ്മൾ പറഞ്ഞ പോലെ സപ്പോർട്ടിൻ്റെ താഴെ ആയിരിക്കും ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുക. ചിലപ്പോൾ എന്താണ് പ്രീവിയസ് ഡേ ലോ, ഓക്കെ, കഴിഞ്ഞ ദിവസത്തിൻ്റെ ലോൻ്റെ താഴെ, അതെന്താണ്, അതും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമെന്നൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ എന്താണ്, അതിൻ്റെ താഴെയും സ്റ്റോപ്പ് ലോസ് വെക്കും. പിന്നെ കറൻറ്റ് ഡേ ലോൻ്റെ താഴെയും വെക്കും, വീക്ക് ലോൻ്റെ താഴെ, മന്ത് ലോ താഴെ, ഈക്വൽ ലോൻ്റെ താഴെ, ഇങ്ങനെ കോമൺ ആയിട്ട് എന്താണ് ലോൻ്റെ താഴെ എന്താണ് ഫുള്ള് ബൈ ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള സെൽ ഓർഡേഴ്സ് പെൻഡിങ് ആണ്. ബൈ ചെയ്ത ഒരാളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സെൽ ഓർഡറാണ്. ഞാനിപ്പോൾ ഈ ഒരു ഹൈന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ സെൽ ഓർഡേഴ്സ് പെൻഡിങ് ആണ്. കാരണം പ്രൈസ് മുകളിലേക്ക് പോവല്ലേ. സെൽ ഓർഡർ ഇൻ കേസ് തിരിച്ച് താഴേക്ക് വന്നാൽ ഞാൻ ഇവിടെ നിന്ന് ഒഴിവായിക്കോളാം എന്നുള്ള ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിലല്ലേ നമ്മൾ സെൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അപ്പം ലോൻ്റെ താഴെ എപ്പോഴും എന്താണ്, സെൽ ഓർഡേഴ്സ് പെൻഡിങ് ആണ്. ഹൈൻ്റെ മുകളിൽ എപ്പോഴും എന്താണ്, ബൈ ഓർഡേഴ്സ് പെൻഡിങ് ആണ്. ഓക്കെ, മനസ്സിലാക്കുക. ഞാനിപ്പോൾ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി റിവൈൻ ചെയ്ത് കാണുക. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ചാർട്ടിലൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇപ്പം നിങ്ങൾ നോക്കട്ടെ, നിഫ്റ്റിയുടെ ചാർട്ടിൽ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ആയിട്ട്, ഇതിനെ സപ്പോർട്ടെന്ന് വിളിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണ്, പ്രൈസ് താഴേക്ക് വന്നിട്ട് ഇവിടുന്ന് പ്രൈസ് മുകളിലേക്ക് പോയി, വീണ്ടും പ്രൈസ് താഴേക്ക് വന്നിട്ട് ഇവിടുന്ന് മുകളിലേക്ക് പോയി, അതിനുശേഷം വീണ്ടും പ്രൈസ് താഴേക്ക് വന്ന് മുകളിലേക്ക് പോയി. ഇവിടെ ഒരു സപ്പോർട്ട് ആവുന്നതിന് ഫസ്റ്റ് ടച്ച്, സെക്കൻഡ് ടച്ച്, തേർഡ് ടച്ച്, ഇങ്ങനെ ഒരുപാട് ടച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, പ്രൈസ് താഴേക്ക് വന്നിട്ട് എന്താണ്, ഇവിടെ ഈ ഒരു ഫോർമേഷൻ്റെ പേരെന്താണ്, ഡബിൾ ബോട്ടം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അത് ഒരു ബൈ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പഠിപ്പിച്ചു വെച്ച ഒരു സിഗ്നലാണത്. ഇത് വന്നാൽ അപ്പം എടുത്തോളണം, ഇത് വന്നാൽ അപ്പം താത്തിക്കൊള്ളണം. ഓക്കെ, അപ്പോൾ എന്താണ്, ഇതൊരു സപ്പോർട്ടായിട്ട് ഫോം ചെയ്തു. ഓക്കെ, ഇതിനെ സപ്പോർട്ട് എന്ന് വിളിക്കുന്നതിന് ഇനി ക്രൈറ്റീരിയാസ് ഒന്നും വേണ്ട. ഓക്കെ, അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഇതിൽ തന്നെ ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ടല്ലോ, ഇതിനൊരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി റെസിസ്റ്റൻസ് ആയിട്ടാണല്ലോ. ഓക്കെ, റെസിസ്റ്റൻസ്. ഓക്കെ, റെസിസ്റ്റൻസ്. ഇപ്പം എന്താ, നമുക്കൊരു റെസിസ്റ്റൻസും കിട്ടി, ഒരു സപ്പോർട്ടും കിട്ടി. പിന്നെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഹൈ, ഒരു ലോ കിട്ടി. ഓക്കെ, എന്താണ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് തിരിച്ചു കയറി. ഓക്കെ, റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈസ് ഇവിടുന്ന് താഴേക്ക് പോയിട്ടുണ്ട്. ഇപ്പം എന്താണ്, പ്രൈസ് ഒരു റേഞ്ച് കളിക്കുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ ഒരു സപ്പോർട്ടിൻ്റെ താഴെ എന്തുണ്ട്, അല്ലെങ്കിൽ ഒരു ലോൻ്റെ താഴെ എന്തുണ്ട്, സെൽ സ്റ്റോപ്പ് ഉണ്ട്. കാരണം എന്താണ്, ഇവിടെ വരെ പ്രൈസ് എത്തിയപ്പോൾ ഇവിടെ നിന്ന് ആരോ ബൈ ചെയ്തു, തിരിച്ച് ഇവിടെ എത്തിയപ്പോൾ ആരോ ബൈ ചെയ്തു. ഈ ആരോ ബൈ ചെയ്ത ആളുകളുടെ ഒക്കെ എന്തുണ്ട്, സെൽ സ്റ്റോപ്പ് എന്ന് വെച്ചാൽ ഇവിടുന്ന് ബൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇവിടുന്ന് ബൈ ചെയ്തിട്ടുണ്ടാവും. ഇവരുടെ ഒക്കെ മെയിൻ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എവിടെ ഉണ്ടാവും, ഇതിന് താഴെ ഉണ്ടാവില്ലേ, സപ്പോർട്ടിൻ്റെ താഴെ. സപ്പോർട്ടിൽ നിന്ന് ബൈ ചെയ്ത ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഇവിടുന്ന്, നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി, ഇവിടുന്ന് ബൈ ചെയ്ത ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടാവും. അതുപോലെ എന്താണ്, ഇവിടെ നിന്ന് സെല്ല് ചെയ്ത ആളുകൾ, ഓക്കെ, റെസ്പോൺസീവ് സെല്ലേഴ്സ്, അവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടാവും, ഇതിന് മുകളിലുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ ഏരിയനെ നമ്മൾ പറയുന്നത് എന്താണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്നും ഇതിനെന്താണ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. രണ്ടും എന്താണ്, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് ആണ്. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇതിൻ്റെ മുകളിൽ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇതിൻ്റെ താഴെ. ഓക്കെ, ഇനിയാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് സിമ്പിളായിട്ട് നോക്കുക, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ബൈ ചെയ്യണം, ഒരു 5 lakh ക്വാണ്ടിറ്റി ബൈ ചെയ്യണമെങ്കിൽ
5 lakh സെല്ല് ചെയ്യാൻ ആളുണ്ടാവണം. അപ്പോൾ അവരെന്താ നോക്കുക, സെൽ ഓർഡേഴ്സ് പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഏരിയകൾ ഏതൊക്കെയാണ്, എവിടെയാണ് സെൽ ഓർഡേഴ്സ് പെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്? ഈ ലോൻ്റെ താഴെ, ഈ ഒരു ലോൻ്റെ താഴെ, ഈ ഒരു ലോൻ്റെ താഴെ. അപ്പോൾ എന്താണ്, ഇവിടെയൊക്കെ എന്താണ്, സെൽ ഓർഡേഴ്സ് ഉണ്ട്. ഈ സെൽ ഓർഡേഴ്സ് എന്താണ്, റീറ്റെയിലർ ബൈ ചെയ്ത ആ റീറ്റെയിലറെ സ്റ്റോപ്പ് ലോസ് ആണ് അവിടെ ആ ഒരു സെൽ ഓർഡേഴ്സ്. ഇവർക്ക് 5 ലക്ഷം ബൈ ഓർഡേഴ്സ് വേണമെങ്കിൽ 5 ലക്ഷം സെൽ ഓർഡേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആവണം. അവൈലബിൾ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം ഏതായിരിക്കും? ഒരു സപ്പോർട്ടിൻ്റെ താഴെ അല്ലെങ്കിൽ ഒരു ലോൻ്റെ താഴെ ആയിരിക്കും സെൽ ഓർഡേഴ്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പം അവർക്ക് ഈ സെൽ ഓർഡേഴ്സ് ബൈ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. മനസ്സിലായില്ലേ? അവരെന്ത് ചെയ്യും, അവർക്ക് വേണ്ട ബൈ ഓർഡേഴ്സിനെ സെൽ ഓർഡേഴ്സായിട്ട് ഈ റീറ്റെയിലേഴ്സിൻ്റെ സെൽ ഓർഡേഴ്സിനെ അവരെന്ത് ചെയ്യും, അവർക്ക് വേണ്ട ബൈ ഓർഡേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, അവർക്ക് മനസ്സിലായി ഈ സപ്പോർട്ടിൻ്റെ താഴെ ഒരുപാട് സെൽ ഓർഡേഴ്സ് ഉണ്ട്. ആ സെൽ ഓർഡേഴ്സ് പെൻഡിങ് ആയിട്ടുള്ള ആ സെൽ ഓർഡേഴ്സിനെ ട്രിഗർ ചെയ്യിപ്പിച്ചും കൊണ്ട് അവർ ബൈ ഓർഡേഴ്സാക്കി മാറ്റിക്കോളും. എന്ന് വെച്ചാൽ പ്രൈസിനെ അവർ താഴേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ആ സെൽ ഓർഡേഴ്സ് എല്ലാം ഞങ്ങൾ വാങ്ങിക്കോളാം എന്നുള്ള രീതിയിൽ ആ സെൽ ഓർഡേഴ്സ് ട്രിഗർ ചെയ്ത് ബൈ ഓർഡേഴ്സായിട്ട് അവർ മാറ്റും. നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രൈസിനെ എന്ത് ചെയ്യും, താഴേക്ക് കൊണ്ടുവരും. കാരണം എന്താണ്, ഒരു ബൈയിങ് ആണ് അവരെ ഇൻറ്റൻറ്റ് എങ്കിൽ അവരെന്ത് ചെയ്യും, പ്രൈസിനെ താഴേക്ക് കൊണ്ടുവരും. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസിനെ താഴേക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച ആളുകളെല്ലാം സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് ട്രിഗർ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പം ആ റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള ഈ സപ്പോർട്ടിൻ്റെ താഴെയുള്ള സെൽ ഓർഡേഴ്സ് അവരെന്ത് ചെയ്യും, ബൈ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ബൈ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, തിരിച്ച് പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകും. മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താണ്, അവർ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് ഇവിടെ വന്നാൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെ വെച്ചാൽ ബൈ ചെയ്തത്, റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള സെൽ ഓർഡേഴ്സ് ഉള്ള സ്ഥലത്താണ് അവർ ബൈ ചെയ്തത്. ഓക്കെ, ഇനി അവർക്ക് എന്ത് വേണം, അവർക്ക് സെല്ല് ചെയ്യണം. അവർക്ക് സെല്ല് ചെയ്യണം. അവർ സെല്ല് ചെയ്യുന്നത് എവിടെയായിരിക്കും, റീറ്റെയിലേഴ്സിൻ്റെ ബൈ ഓർഡേഴ്സ് ഉള്ള ഏരിയ. റീറ്റെയിലേഴ്സിൻ്റെ ബൈ ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ റീറ്റെയിലേഴ്സ് സെല്ല് ചെയ്ത ഏരിയൻ്റെ മുകളിൽ അവരുടെ പെൻഡിങ് ബൈ ഓർഡേഴ്സ് ഉണ്ടാവും. ഇവിടെ ഈ റെസിസ്റ്റൻസ് ആണ് പെൻഡിങ് ബൈ ഓർഡേഴ്സ് ഉള്ള ഏരിയ. അപ്പോൾ അവരുടെ എക്സിറ്റ് എവിടെയായിരിക്കും, റെസിസ്റ്റൻസിലായിരിക്കും അവരുടെ എക്സിറ്റ് ഓർഡേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ്, പ്രൈസ് സപ്പോർട്ട് നിന്ന് സെൽ ഓർഡേഴ്സിനെ എടുത്തതിന് ശേഷം എന്താണ്, സെൽ ഓർഡേഴ്സ് എല്ലാം സപ്പോർട്ടിൽ നിന്ന് എടുത്തിട്ട് ബൈ ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്ത് സെല്ല് ചെയ്യുന്നത്, ബൈ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ല് ചെയ്യുന്നത് എവിടെയായിരിക്കും, റീറ്റെയിലേഴ്സിൻ്റെ ബൈ ഓർഡേഴ്സ് ഉള്ള ഏരിയയിലായിരിക്കും അവർ സെല്ല് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, 2 ഏരിയയിൽ മാനിപ്പുലേഷൻ നടന്നത് കണ്ടോ. എന്താണ്, ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഈ താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പൂളാണ്. ഇവിടെ എന്താണ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പൂളാണ്. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പൂളാവാൻ കാരണം ഇവിടുന്ന് ബൈ ചെയ്ത ആളുകളുടെയൊക്കെ സെൽ ഓർഡർ ആയിട്ടുള്ള സെൽ സ്റ്റോപ്പ് ഇവിടെയാണുള്ളത്. ഇത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആവാൻ കാരണം ഇവിടുന്ന് സെല്ല് ചെയ്തു, ഇവിടുന്ന് സെല്ല് ചെയ്തു, ഇവിടുന്ന് സെല്ല് ചെയ്തു, ഇവിടുന്ന് സെല്ല് ചെയ്തു. ഇവരുടെയൊക്കെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ പെൻഡിങ് ബൈ ഓർഡേഴ്സ് മുകളിലുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ബൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് മണിക്ക് ബൈ ചെയ്യണമെങ്കിൽ അവർക്ക് സെൽ ഓർഡേഴ്സ് ഉള്ള ഏരിയയിലേക്ക് കൊണ്ടുപോയിട്ട് ആ സെൽ ഓർഡേഴ്സിനെ അവർ ബൈ ഓർഡേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം അവർ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സെല്ല് ചെയ്യണമല്ലോ. സെല്ല് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും, ബൈ ഓർഡേഴ്സ് ഉള്ള ഏരിയ എന്നായിരിക്കും അവർ സെല്ല് ചെയ്യുക. ഓക്കെ, ലിക്വിഡിറ്റി പൂൾ ആയിട്ടുള്ള ഏരിയ എന്നായിരിക്കും അവരുടെ എക്സിക്യൂഷൻ. ഓക്കെ, അപ്പം നമ്മൾ ഇത് ട്രാക്ക് ചെയ്യലാണ് നമ്മളുടെ മെയിൻ
ജോലി എന്ന് പറയുന്നത്. ഓക്കെ, ലിക്വിഡിറ്റി ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏകദേശം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് കൂടുതൽ എക്സാമ്പിൾ കൂടി മനസ്സിലാകുമ്പോൾ കൂടുതലായിട്ട് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഐഡന്റിഫൈ ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോവുകയാണ്. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഫോം ആയിട്ടുള്ളത് എവിടെയാണ്? ഇതല്ലേ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട്. കാരണം എന്താണ്, പ്രൈസ് ഇവിടെ നിന്ന് ഒരു മൂവ്മെൻറ്റ് മുകളിലേക്ക് കിട്ടി, ഇവിടെ നിന്ന് ഒരു മൂവ്മെൻറ്റ് മുകളിലേക്ക് പോയി, ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി, ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി, ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി, ഇവിടെ നിന്നൊക്കെ എന്താ ബൈ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നിന്ന് ബൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ റീറ്റെയിൽ കോൺസെപ്റ്റിൽ ഇതൊരു സപ്പോർട്ടായിട്ട് വരും, ഒരു ഈക്വൽ ലോ ആയിട്ട് വരും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കണ്ണിൽ എന്താണ്, ഇത് ലിക്വിഡിറ്റിയാണ്. കാരണം എന്താണ്, ഈ ലോൻ്റെ താഴേക്ക് ആയിരിക്കും ഇവിടെ ബൈ ചെയ്തവൻ്റെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ആയിട്ടുള്ള സെൽ ഓർഡർ ഉണ്ടാവുക. അതുകൊണ്ട് ഇതെന്തായിരിക്കും, ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിരിക്കും. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെയ്യുന്നത് എപ്പോഴും ഇവിടുന്നായിരിക്കും, ഈ ഈക്വൽ ലോ അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഉള്ള ഏരിയ. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ബൈ, ഇവിടുന്ന് ബൈ, ഇവിടുന്ന് ബൈ, ഇവിടുന്ന് ബൈ ചെയ്തവൻ്റെ ഒക്കെ സ്റ്റോപ്പ് ലോസ് എന്തായിരിക്കും, ഇതിൻ്റെ താഴെയായിരിക്കും. അവിടെയാണ് ഈ SSL ടേക്കൺ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്കൺ. ഈ SSL ടേക്കൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ മാനിപ്പുലേറ്റ് ചെയ്ത് അവർക്ക് ബൈ ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും, സെൽ സൈഡ് ലിക്വിഡിറ്റി റെസ്റ്റിംഗ് ചെയ്യുന്ന ഏരിയയിലായിരിക്കും സെല്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇൻ കേസ് ഇവിടുന്ന് സെൽസ് ലിക്വിഡിറ്റി ടേക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് വേണ്ട ബൈ ഓർഡേഴ്സ് അവർ കൺവേർട്ട് ചെയ്തു, അല്ലെങ്കിൽ എന്താണ്, സെൽ ഓർഡേഴ്സ് റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അവരെന്ത് ചെയ്തു, അവരുടെ ബൈ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി അവർ ഈ ബൈ ഓർഡേഴ്സ് സെല്ല് ചെയ്യുന്നത് എവിടെയായിരിക്കും, റീറ്റെയിലേഴ്സ് റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞ ഏരിയ. ഇവിടുന്ന് സെല്ല് ചെയ്തു, ഇവിടുന്ന് സെല്ല് ചെയ്തു, ഇവിടുന്ന് സെല്ല് ചെയ്തു, ഇവിടുന്ന് സെല്ല് ചെയ്തു. ഈ സെല്ല് ചെയ്തവൻ്റെ ഒക്കെ ബൈ ഓർഡർ ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാകും ബൈ ഓർഡർ. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഇവിടെ ബൈ സൈഡ് ലിക്വിഡിറ്റി അഥവാ ഈക്വൽ ഹൈ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പം സെല്ല് ചെയ്യുന്നത് എവിടെയായിരിക്കും, ഈ ബൈ ചെയ്ത ഏരിയ എല്ലാം ടേക്ക് ഔട്ട് ചെയ്തിട്ട് ആയിരിക്കും അവൻ സെല്ല് ചെയ്യുക. കാരണം എന്താണ്, അവന് സെല്ല് ചെയ്യാൻ പറ്റിയ ഏരിയ ആണ് ഈ ബൈ സ്റ്റോപ്പ് ഏരിയ. ഓക്കെ, അപ്പം ഈ ബൈ സ്റ്റോപ്പ് ഏരിയ ഉള്ള സ്ഥലത്തു നിന്നാണ് അവർ സെല്ല് ചെയ്യുന്നത്. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഏരിയ എന്നാണ് ബൈ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ബൈ വന്നിട്ടുണ്ട്, ഇവിടെ ബൈ വന്നിട്ടുണ്ട്, ഇവിടെ ബൈ വന്നിട്ടുണ്ട്, ഇവിടെ ബൈ ഉണ്ട്. അപ്പം ഈ ബൈ വന്നതിൻ്റെ ഒക്കെ കോമൺ ലോ എന്ന് പറയുന്നത് എന്താണ്, ഇത്. ഓക്കെ, ഇവിടുന്ന് ബൈ ചെയ്തവൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ഇവിടെ ബൈ ചെയ്തവൻ്റെ സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ ഇതിൻ്റെ താഴെ ഉണ്ടാവും, ചിലപ്പോൾ ഇതിൻ്റെ താഴെ ഉണ്ടാവും. ഇവിടുന്ന് ബൈ ചെയ്തവൻ്റെ സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ ഇതിൻ്റെ താഴെ ഉണ്ടാവാം, ഇതിൻ്റെ താഴെ ഉണ്ടാവും. ഇവിടുന്ന് ബൈ ചെയ്തവൻ്റെ സ്റ്റോപ്പ് ലോസ് ഒക്കെ. അപ്പോൾ എന്താണ്, സ്റ്റോപ്പ് ലോസ് കോമൺ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും, ബൈ ചെയ്തവൻ്റെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും, റീറ്റെയിലറെ സ്റ്റോപ്പ് ലോസ് ഉള്ള അല്ലെങ്കിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഏരിയ എന്നായിരിക്കും അവൻ്റെ ബൈ എൻട്രി. അതാണ് ലിക്വിഡിറ്റി ടേക്കൺ ചെയ്തത്. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെയ്ഡ് ചെയ്തുകൊണ്ട് ബൈ ഓർഡർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം ഇനി എവിടെയായിരിക്കും നെക്സ്റ്റ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ഇതിന് മുകളിലായിരിക്കും ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, അപ്പം എന്താണ്, അവൻ സെല്ല് ചെയ്യുന്നത് എവിടെയായിരിക്കും, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും അവൻ സെല്ല് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി ഇവിടെ നിന്നൊക്കെ ബൈ എൻട്രി പോയതാണ്. ഇതിൻ്റെ താഴെ എന്താണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവൻ ബൈ ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കും, ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കും, ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പൂളായിട്ടുള്ള ഏരിയ എന്നായിരിക്കും ബൈ ചെയ്യുക. സെല്ല് ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കും, സെല്ല് ചെയ്തവൻ്റെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ ഈ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു ഹൈൻ്റെ മുകളിലായിരിക്കും. ആ ഹൈൻ്റെ മുകളിലായിരിക്കും അവൻ ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ സെൽ എൻട്രി എടുക്കുന്നത്. ഓക്കെ, കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ എന്താണ്, ഓക്കെ, ഇവിടെ എന്താണ്, ഒരു മാസീവായിട്ടൊരു അപ്പ് മൂവ്മെൻറ്റ് വന്ന ഏരിയ. അതിനുശേഷം ഇവിടെ ഒരു എന്താണ്, ഒരു സപ്പോർട്ട് പോലെ ഫോം ചെയ്യുന്നത്. ഈ സപ്പോർട്ടിൻ്റെ താഴെ എന്താണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെസ്റ്റിംഗ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ബൈ എൻട്രി നൽകുന്നത് അല്ലെങ്കിൽ ബൈ എൻട്രി എടുക്കുന്നത് എപ്പോഴും ഇവിടുന്നായിരിക്കും, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെസ്റ്റ് ആയിട്ടുള്ള ഏരിയ. അതുപോലെ സെൽ എൻട്രി എടുക്കുന്നത് ഇവിടുന്നായിരിക്കും. നോക്കൂ നിങ്ങൾ, ഇവിടെ നിന്ന് ഒരു പുഷ് താഴേക്ക്, ഇവിടെ നിന്നൊരു പുഷ് താഴേക്ക്, ഇവിടെ നിന്നൊരു പുഷ് താഴേക്ക്. അപ്പോൾ എന്താണ്, നമ്മൾ ഇതിന് റെസിസ്റ്റൻസ് ആയിട്ട് അപ്പോഴേക്കും നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ എന്തുണ്ട്,
ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്, സെല്ല് ചെയ്തവൻ്റെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മുകളിലുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെയ്ഡ് ചെയ്തും കൊണ്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി എന്താണ് നമുക്ക് മേജറായിട്ട് എൻ്റെ ഒരു ലോജിക്ക് നോക്കാം. എന്താണ് ഈ ലിക്വിഡിറ്റി ഹണ്ട്, ലിക്വിഡിറ്റി സ്വീപ്പ് എന്നൊക്കെ പറയുമ്പോൾ സിമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 lakh ക്വാണ്ടിറ്റി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലിൻ്റെ പോയിന്റിൽ ഒരു 5 lakh ക്വാണ്ടിറ്റി ബൈ ചെയ്യണമെങ്കിൽ 5 lakh ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാൻ ആൾ വേണം. മാർക്കറ്റിൽ എപ്പോഴും ബൈ ചെയ്യാനും സെൽ ചെയ്യാനും ലിക്വിഡിറ്റി ഉണ്ടാവാറില്ല എന്ന് വിചാരിക്കുക. 5 lakh ക്വാണ്ടിറ്റി, ഒരു ബൾക്ക് ക്വാണ്ടിറ്റി സെല്ല് നമ്മളൊരു 1000ഉം 10,000 ഒക്കെ ആണെങ്കിൽ അതൊക്കെ അറ്റ് എ ടൈം അവൈലബിൾ ആയിരിക്കും. പക്ഷെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ അവരുടെ ഒരു ഫണ്ട് വെച്ചിട്ട് അവർക്ക് ഹ്യൂജ് ക്വാണ്ടിറ്റി വേണ്ടി വരും. അപ്പോൾ 5 lakh ക്വാണ്ടിറ്റി ബൈ ചെയ്യണമെങ്കിൽ 5 lakh ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാൻ ആൾ വേണം. അപ്പോൾ എന്താണ്, സെല്ല് ചെയ്യാൻ ആളില്ലെങ്കിൽ 5 lakh ക്വാണ്ടിറ്റി സെൽ ഓർഡേഴ്സ് അല്ലെങ്കിൽ 5 lakh അങ്ങനെയല്ല, കൂടുതൽ സെൽ ഓർഡേഴ്സ് ഉള്ള ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കും. കൂടുതൽ സെൽ ഓർഡേഴ്സ് ഉള്ള ഏരിയയിലേക്ക് പ്രൈസിനെ കൊണ്ടുവന്നിട്ട് ആ സെൽ ഓർഡേഴ്സ് അവരെന്ത് ചെയ്യും, ബൈ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് സെൽ ഓർഡേഴ്സ് റെയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, ചിന്തിക്കുക, 5 lakh ക്വാണ്ടിറ്റി സെല്ല് ചെയ്യണമെങ്കിൽ എന്താണ്, 5 lakh ക്വാണ്ടിറ്റി ബൈ ഓർഡേഴ്സ് വേണമല്ലോ. അപ്പോൾ ഈ ബൈ ഓർഡേഴ്സ് എപ്പോഴും എവിടെയാണ് ഉണ്ടാവുക, സെല്ല് ചെയ്ത ഏരിയയുടെ മുകളിലായിരിക്കും ബൈ ഓർഡേഴ്സ് ഉണ്ടാവുക. ഹൈയിലായിരിക്കും എപ്പോഴും ബൈ ഓർഡേഴ്സ് ഉണ്ടാവുക. അപ്പോൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഏരിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ടാർഗറ്റ് ചെയ്ത് ആ മോഡിലേക്ക് പോയിട്ട് ആ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസിനെ അവരെന്ത് ചെയ്യും, അവരുടെ സെൽ എൻട്രി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതാണ് നമ്മളിവിടെ കണ്ട സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെയ്ഡും ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെയ്ഡും. ഓക്കെ, ഇനി എന്താ, നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ കാണാം. ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് ഒരു പ്രൊഫഷണലായിട്ട് ഡോക്ടർ പോൾ അങ്ങനെ എന്തോ ആണ് ആളെ പേര്, കറക്റ്റ് പറയുന്നുണ്ട് എന്താണ് ഈ ലിക്വിഡിറ്റി ബേസ്ഡ് എൻട്രി ആൻഡ് എക്സിറ്റ് എങ്ങനെയാണെന്ന് അവർ പറയുന്നുണ്ട്. Third rule is that I want to put my entries where the masses put their stops. Most people will put their stops at very predictable places. If you're an institutional trader, your job is to generate the liquidity to get into the position. You just can't press the button like us. So invariably, the market makers will not know where the stops are, or they couldn't be bothered to find out. But they know that most people will put their stop a tick or two below the last low. And invariably, the market will go to where the obvious stops are. Institutional traders will buy at the level. Now, most traders will put their stop loss a tick under the last low, and they will invariably put their stop loss at exactly where the institutional orders are. അപ്പോൾ ഈ വീഡിയോ എന്ന് മനസ്സിലായ കാര്യം എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ അവരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ അവരുടെ ബൈയിങ് വരുന്ന എവിടെയായിരിക്കും, അവർ ബൈ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് റീറ്റെയിൽ ട്രേഡേഴ്സ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ലിമിറ്റ് ചെയ്ത് വെക്കുന്ന ഏരിയ. എന്ന് വെച്ചാൽ അവർക്ക് ബൈ ചെയ്യണമെങ്കിൽ സെൽ ഓർഡേഴ്സ് പെൻഡിങ് ആയിട്ടുള്ള ഏരിയ എന്താണ്, സെൽ ഓർഡേഴ്സ് അഥവാ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പെൻഡിങ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ലോ, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രീവിയസ് ഡേ ലോ, വീക്ക് ലോ, അങ്ങനത്തെ ലോകൾ, അതുപോലെ ഒരു സപ്പോർട്ട്, ഇതിൻ്റെയൊക്കെ താഴെ ആയിരിക്കുമല്ലോ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈ ചെയ്യുന്നത് എപ്പോഴും എവിടെ ആയിരിക്കും, ഈ ഒരു ലിക്വിഡിറ്റി പൂളിൻ്റെ താഴെയുള്ള അല്ലെങ്കിൽ ആ ലിക്വിഡിറ്റി പൂളായിട്ടുള്ള ഏരിയയിലെ സെൽ ഓർഡേഴ്സ് ബൈ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതുപോലെ ചെയ്യുമ്പോൾ എപ്പോഴും എങ്ങനെയാണ്, സെല്ലാണ് അവർ ചെയ്യുന്നതെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ റീറ്റെയിലേഴ്സിൻ്റെ ബൈ സ്റ്റോപ്സ് ഉള്ള ഏരിയ അഥവാ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഹൈ ഏരിയാസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെയ്ഡ് ചെയ്തുകൊണ്ട് അവർ സെൽ ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ രീതിയിൽ ഒരു മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമ്മൾ ഇതിനൊരു പാർട്ട് 1 ആയിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാണ്, ലിക്വിഡിറ്റിനെ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ബേസിൽ നമ്മൾ തിരിക്കുന്നുണ്ട്.
അതുപോലെ ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ രീതിയിൽ നമ്മൾ തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്ലൈഡ്സ്, അതുപോലെ ഡ്രോ ഓൺ ലിക്വിഡിറ്റീനെ നമ്മൾ പറയാറുണ്ട്, അതുപോലെ ലിക്വിഡിറ്റി ബേസ്ഡ് എൻട്രി ആൻഡ് സെൽ ടാർഗറ്റ് പ്ലേസ്മെൻറ്റ് നമുക്ക് പറയാനുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്താ ചെയ്യുക, പാർട്ട് 2 പറഞ്ഞൊരു വീഡിയോയിലായിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ മാസ്റ്ററിങ് സീരീസ് ലിക്വിഡിറ്റി കോൺസെപ്റ്റിൽ നമ്മൾ എന്താണ് ടൈപ്സ് ഓഫ് ലിക്വിഡിറ്റി, ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി പറഞ്ഞു. അതുപോലെ തന്നെ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ തന്നെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി തന്നെ. ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി നമ്മൾ പറഞ്ഞ പോലെ ഫെയർ വാല്യൂ, ഓർഡർ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക്, അങ്ങനെ ആ റേഞ്ചിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡിറ്റിനെ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്നും, അതുപോലെ തന്നെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി നമ്മളുടെ എക്സ്റ്റേണൽ റേഞ്ചിൻ്റെ മുകളിലുള്ള ലിക്വിഡിറ്റീസിനെ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ റേഞ്ച് ആയിട്ടുള്ള സ്വിംഗ് ലോണിൻ്റെ താഴെയുള്ള ലിക്വിഡിറ്റി, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സ്വിംഗ് ഹൈ ആയിരിക്കാം, സ്വിംഗ് ലോ ആയിരിക്കാം, ഈക്വൽ ഹൈ ആയിരിക്കാം, ഈക്വൽ ലോ ഒക്കെ ആയിരിക്കാം എന്ന് പറഞ്ഞു. അതുപോലെ ഇനീഷ്യേറ്റീവ് ആൻഡ് റെസ്പോൺസീവ്, സെല്ലേഴ്സിൻ്റെ ഇനീഷ്യേറ്റീവ്നെസ്സും റെസ്പോൺസീവ്നെസ്സും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന ലോജിക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റീനെ കുറിച്ച് പറഞ്ഞു. സ്റ്റോപ്സ്, അവരുടെ സെൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനുള്ള ഏരിയാസ് എവിടെയൊക്കെയാണെന്ന് പറഞ്ഞു. അതിനൊരു ലിക്വിഡിറ്റി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. അതുപോലെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ റെയ്ഡ്, ഓക്കെ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എങ്ങനെയാണ് മാർക്കറ്റിനെ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ സെൽ സൈഡ് ലിക്വിഡിറ്റി, ഈക്വൽ ലോ ലിക്വിഡിറ്റീനെ മാർക്കറ്റ് SSL ടേക്ക് ഔട്ട് ചെയ്ത് ഒരു ബൈ ഓർഡർ ആക്കുന്നു. അതുപോലെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെയ്ഡ് ചെയ്ത് അവരെന്ത് ചെയ്യും, സെൽ ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ്, ഒരു ഇൻ്റർവ്യൂ ബേസ്ഡ് ഒരാളുടെ എന്താണ് ഇതിൻ്റെ ജസ്റ്റ് ആ ഒരു ലോജിക്ക് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ നമ്മളൊരു പാർട്ട് ടു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ 1 hourൻ്റെ അടുത്തായി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ബാക്കിയുള്ള സ്ലൈഡെല്ലാം നമുക്ക് പാർട്ട് 2 ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.